വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴ്ഭാഗം അവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ശരിക്കും മനോഹാരിത. 7.5 മിനിറ്റ് അല്ല, 1/2 മിനിറ്റിന്റെ ഇവിടെ ഒരു തട്ടുന്നടയൊക്കെ ഉണ്ട്. സെൽഫി ചേർന്ന് എടുക്കരുത്. ജലാശയത്തിൽ ചുഴികളുണ്ട്, അത് വെറും ചുഴിയല്ല. ആ 2 പിള്ളേര് മരിച്ചത് ആ കല്ലേ കയറി അമർ നീന്തിട്ട് ആ കല്ലിന്ന് ചാടിയപ്പോ അങ്ങോട്ട് അമരൊക്കെ പിടുത്തം വിട്ടു പോയതാണ്. ഹായ് കൂട്ടുകാരെ, റിജോയ് അടിമാലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വെറൈറ്റി ഒരു വീഡിയോ ആണ്. വെറൈറ്റി വീഡിയോ എന്ന് പറയാനില്ല, നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോകണം. നല്ല ഫേമസ് ആയ ഒരു വെള്ളച്ചാട്ടമാണ്. അല്ലത് നമ്മുടെ മച്ചാനുണ്ടെന്ന് കൂടെ നമ്മുടെ സിതോഷ് മച്ചാനുണ്ട്. സിതോഷിനെ രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ചു. ഭയങ്കര മഴയായ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് തൂവൽ വെള്ളച്ചാട്ടം കാണാനാണ്. തൂവൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ കട്ടപ്പനയ്ക്കും നെടുങ്കണ്ടത്തിനും ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ട് വരും. തൂവൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ സിറ്റിയാണ്. അവിടെ നിന്നാണ് നമ്മുടെ തൂവൽ വെള്ളച്ചാട്ടം കാണാൻ പോകണം. അടിമാലിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 34 കിലോമീറ്റർ ഉണ്ട് ഈ തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക്. നെടുങ്കണ്ടം സൈഡിൽ നിന്ന് 10 കിലോമീറ്ററും കട്ടപ്പന സൈഡിൽ നിന്ന് 14 കിലോമീറ്ററുമാണ് ഇങ്ങോട്ട് വരുന്ന ദൂരം. എന്തായാലും ആ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ചകൾ നിങ്ങളിലേക്ക് വേഗം എത്തും. അപ്പോൾ സിതോഷ് മച്ചാനുണ്ട്. അപ്പോൾ നമ്മൾ പൊളിക്കാൻ പോവാണ്. അപ്പോൾ കാഴ്ചകൾ കാണാം. മഴ ചെറുതായിട്ട് ചേർന്നുണ്ട്. തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡൊക്കെ ഏകദേശം തീർന്നു. ഈ കൊറോണയും കാലമൊക്കെ ആയതുകൊണ്ട് ആളുകളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. കുറച്ച് ആളുകളൊക്കെ അവിടെ താഴെ ഉണ്ടെന്ന് തോന്നുന്നു. സിതോഷ് മച്ചാൻ മാസ്ക് എടുക്കാൻ മറന്നുപോയ കാരണം സിതോഷ് മച്ചാൻ വീണ്ടും തിരിച്ച് മേളിലേക്ക് കയറിപ്പോയി. എന്തായാലും നമുക്ക് ഇവിടെ ഒരു കടയുണ്ട്, അവിടെ പോയി ഒരു വെള്ളമൊക്കെ മേടിച്ച് പോവാം. ബേക്കറിയും ഒക്കെ ചെറിയൊരു കൂൾ ബാറൊക്കെ ഉണ്ട്. അത്യാവശ്യം വെള്ളം മേടിക്കാനോ വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത്യാവശ്യം അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പോകുന്നത് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള കാഴ്ച കാണാനാണ് സുഹൃത്തുക്കളെ മോനെ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. കാഴ്ചയ്ക്ക് മാത്രം കൊള്ളാവുള്ളൂ, വെള്ളത്തിൽ ഒരു കാരണവശാലും ഇറങ്ങരുത്. ആദ്യം തന്നെ പറയാം, ഇവിടെ ഒരു ഏകദേശം എൻ്റെ 2 കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മരിച്ചതാണ്. അതുപോലെ 8 പേരെടുത്ത് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് പുറത്തുനിന്ന് വന്ന ആൾക്കാർ ആരും മരിച്ചിട്ടില്ല. ഇവിടെയുള്ള ലോക്കലുള്ള ആളുകളാണ് മരിച്ചേക്കണമെന്ന് പറഞ്ഞാൽ അത്ര റിസ്ക് ഉള്ള വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊരു കളിയില്ല. ഇറങ്ങരുത്, കാണുക, ആസ്വദിക്കുക, പോവാം. അപ്പോൾ സിനിമ കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് താനും. നമുക്ക് ഏതായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി നമ്മൾ. പക്ഷെ വെള്ളം ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു കേട്ടോ സിതോഷേ. ഇല്ല തോന്നാലേ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തേക്ക് ഭീകരത വരുന്നേ ഉള്ളൂ. അല്ല, ഭീകരത വേണമല്ലോ നമുക്ക്. വെള്ളച്ചാട്ടം കാണാൻ വന്നാൽ ഭീകരത ഇല്ലാതെ പറ്റില്ല മച്ചാനെ. ഒടുക്കത്തെ ഭീകരത. തൂവൽ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് പതിയിരിപ്പുണ്ട്. വെള്ളത്തിലിറങ്ങരുത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ നിന്ന് തുടങ്ങും കേട്ടോ. കാഴ്ചകളെ തുടങ്ങാൻ പോവാ. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, അതിഗംഭീര കാഴ്ച എടുത്തു. വാവ്. പക്ഷെ ഇവിടുന്ന് കാഴ്ച എങ്ങനെയാണ് നമുക്കൊന്ന് നമ്മൾ ഡ്രോൺ പറത്താറേടാ. ഇവിടെ ഈ നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ് ഈ തൂവൽ വെള്ളച്ചാട്ടം. അപ്പം അവരെന്തായാലും ഇതിനെ മനോഹരമായിട്ട് ഇവിടെ ഒരു കൈവരികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നത് ഇവിടെ ദേവളം വരെ പോയി കാണാം. ഇപ്പോൾ വെള്ളം ഒരു ശരിക്കും പറഞ്ഞാൽ ശക്തമായ വെള്ളം കുറവാണ്. മഴ പെയ്താലും അത്ര വലിയ കാര്യമായിട്ടുള്ള വെള്ളമില്ല. എന്നാലും നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നിന്നൊക്കെ താഴോട്ട് പോയാൽ ഒന്നും നോക്കണ്ട. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഓക്കെ, ഒരു പ്രത്യേക സ്റ്റൈലിലാണ് വെള്ളം ഒഴിയണം. നോക്കിയോട്ടോ, അല്ല അടിപൊളിയല്ലേ നോക്കി. അവിടെ എന്തോ തട്ടുണ്ടായിരിക്കണോ. ഈ വെള്ളം ഒഴുകി തന്നെ സംഭവം അയക്കണമെന്ന് തോന്നുന്നു അല്ലേ. തേഞ്ഞ് കീർന്ന് പോയേക്കണ പോലെ കേട്ടോ. അത്ര രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇവിടെ വന്ന് കാണാനും കുറേ കൂടെ വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി രസമായിരിക്കും. പക്ഷെ എന്നാൽ പോലും കൊള്ളാം, നല്ലൊരു ആംബിയൻസ് ആണ്.
നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര രസമാട്ടോ. നല്ല ഒരു അടിപൊളി ഭംഗിയുള്ള ഏരിയ ആണ്. അപ്പം സിതോഷം നമ്മൾ ഞാൻ ഇപ്പോൾ അങ്ങോട്ടാണ് പോണേ. വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴ്ഭാഗം അവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ശരിക്കും മനോഹാരിത. അതല്ലേ, മുകളിൽ നിന്ന് കാണാനുള്ള കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളപ്പോൾ താഴെ സൈഡിലേക്ക് പോവാണ്. താഴെ രക്ഷയില്ല. അപ്പൊ ഇവിടെ ഒത്തിരി ദൂരം നടക്കാനുണ്ടോ? ഒരു 7-7.5 മിനിറ്റ്. 7.5 മിനിറ്റ് ഊർന്നാണ് ഇറങ്ങി പോണേ. അല്ല, 1/2 മിനിറ്റിന്റെ ഇവിടെ ഒരു തട്ടുന്നടയൊക്കെ ഉണ്ട്. പാലത്തിന്റെ അവിടെ നിന്ന് അത്രയും ദൂരം കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറി വന്നു. ഇനി കയറി വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു റെഡ് കളർ. ഈ റെഡ് കളർ ബോർഡ് എപ്പോഴും നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് വായിച്ചേച്ച് പോകണമായിരിക്കും എപ്പോഴും നല്ലത്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചേച്ച് പോകണം നിർബന്ധമായിട്ടും. അതിൽ നല്ല കറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരൊരു കാര്യം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ഒന്ന് സെൽഫി ചേർന്ന് എടുക്കരുത്. ജലാശയത്തിൽ ചുഴികളുണ്ട്. അത് വെറും ചുഴിയല്ല, ഏതാണ്ട് 100 അടിയിൽ താഴെ കൂടുതൽ. അല്ല, ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം വന്നാലേ അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടും അതിൻ്റെ അത് ഭയങ്കരമായിട്ട് ചുഴികൾ കാണുന്നേ. വൺസ് വീണാല് മനുഷ്യരെ കൊണ്ട് ആ ബോഡി പോലും എടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര വികൃതി. അപ്പോൾ എടാ, നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വല്ലതും പോകണ്ടോ? നമ്മളെ സൈഡിൽ നിൽക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അളിയാ, എനിക്ക് പ്രശ്നമില്ല. അപ്പം നമ്മൾ ഇതുപോലുള്ള നല്ല സൂപ്പർ ടാറിങ് റോഡാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, റബ്ബറൈസഡാണ്. തെറിച്ചു കുത്തിയാൽ പോളൂ. സിതോഷ് വീഴുമോ എന്നുള്ളൊരു സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം കൂട്ടുകാരെ, നമ്മൾ ഇങ്ങനെയുള്ള വഴികൾ നമ്മൾ ഇറങ്ങി പോവാണ്. അപ്പോൾ നമ്മൾ ഈ തൂവൽ വെള്ളച്ചാട്ടം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് ചെയ്യാതിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഡ്രോണൊക്കെ പറത്തി ചെയ്യാമെന്നൊക്കെ ഓർത്തിരുന്ന. പക്ഷേ അപ്പോൾ നോക്കിയപ്പോൾ അതിനുള്ള ഗോളൊന്നും ഇല്ല, കാശില്ല. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോ അപ്പോൾ ഡ്രോണൊക്കെ മേടിക്കണമെന്ന്, അപ്പോൾ നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രോണൊക്കെ മേടിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കയ്യിൽ പൈസ കൂടെ വേണ്ടേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഒതുക്കുന്നുണ്ട്. ഇതുപോലെ ചാടി വേണം കടന്നു. ട്രെക്കിങ്ങിന് മൂടുകൾ നടക്കും. അയ്യോ, ഇത് നല്ല സൂപ്പറാട്ടോ. പക്ഷേ അങ്ങോട്ട് നമുക്ക് ഇറങ്ങി പോകണം സീതോഷേ. നല്ല മൂച്ചായിരിക്കും. തിരിച്ചു വരുമ്പോൾ നാക്ക് തീട്ടും. ഇങ്ങനെ കാലൊക്കെ അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങി. വീഡിയോക്കകത്ത് കാണുമ്പോൾ എത്രത്തോളം സ്ലോപ്പ് ഉണ്ടെന്ന് മനസ്സിലാവുള്ള. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതലുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുത്തുകാരായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, 10 മിനിറ്റ് കൊണ്ട് എത്താം. പക്ഷേ പുറമേ നിന്ന് വന്നവർക്കൊരു 10-15 മിനിറ്റ്, അരമണിക്കൂർ കൂട്ടിക്കും. അരമണിക്കൂർ കൊണ്ട് ഇറങ്ങാം. നമ്മൾ ഈ വലിയ പാറയുടെ മേളിൽ അതുകൊണ്ടോ അവിടെ വെള്ളം ഒഴുകിട്ടാണ് കാണിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വെള്ളം തളം കെട്ടിക്കിടന്നിടത്ത് കാണുമ്പോൾ പുറമേ നിന്ന് വരുന്നവർക്ക് ചാടി ഇറങ്ങി വെള്ളത്തിൽ നീന്താന്നൊക്കെ തോന്നിപ്പോകും. അത് വെച്ചാൽ അത് വലിയ കുഴിയൊന്നും തോന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം, വെള്ളം മേളിൽ നിന്ന് വന്നെ അത്രയും പോലും വെള്ളം താഴോട്ടുള്ളൂ. അപ്പോൾ വേറെ കുഴി ഉണ്ടാവുന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൽ വെള്ളം വലിച്ചുകൊണ്ട് പോകും. ഓസിൽ വെള്ളം വലിച്ചുകൊണ്ട് പോകും. മുകളിൽ നിന്ന് ഇപ്പോൾ ഒരു 1000 ലിറ്റർ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 500 ലിറ്റർ ഇവിടെ താഴേക്ക് ഒഴുകുന്നു. അതൊരു കിണറിലേക്ക് പോകുന്നു, അവിടുന്ന് വലിഞ്ഞ് താഴേക്ക് പോകും. കാരണം ഒരു സാധനം ഇട്ട് പൊങ്ങി വരൂല. പറഞ്ഞത് ശ്രദ്ധിച്ചോണം. ആയിക്കോട്ടെ. നീന്താൻ പോയിട്ട് മുഖം കഴുകാൻ പോലും ഇറങ്ങരുത്. അത് കേട്ടോ, ഇതുപോലെ ഇറങ്ങിപ്പോണം. പക്ഷെ കൊള്ളാം, നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. പോളി വന്നടാ. നമ്മൾ വന്ന സ്ഥലത്ത് മേളിൽ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ കേട്ടോ. ഭയങ്കര രസമാട്ടോ. കുതിച്ച് ചവിട്ടണം. ഇവിടെ വഴുക്കലുണ്ട്, പക്ഷെ വലിയ പ്രശ്നമില്ല. അങ്ങോട്ടൊന്നും പോകില്ലാത്തതുകൊണ്ട് മാത്രം നമ്മളിവിടെ ഇറങ്ങി നിന്നാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിൽ ഒന്നും പറയാനില്ല. എപ്പോഴും നല്ലൊരു മിസ്റ്റ്, നല്ല ഇവിടെ മേളിൽ നിന്ന് വെള്ളം വന്നു. അത്രയും പൊക്കത്തിൽ നിന്ന് വെള്ളം വന്ന് ചാറാണ് കാണുന്നത്. നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച. പക്ഷെ അപ്പുറം ചെന്ന് ആ സൈഡിൽ ചെന്ന് ഇച്ചിരി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടിയാൽ നമ്മൾ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഇവിടെ ഇത്ര വെള്ളം കുറവാന്നൊക്കെ പറഞ്ഞെങ്കിലും വെള്ളം ഇപ്പം ഇച്ചിരി കൂടുതലാണ് ഇവിടെ കേട്ടോ. വെള്ളം ഇച്ചിരി കൂടുതലാണ്, അത് കാരണം അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാം. തെറ്റുന്നുണ്ടോ? നല്ല ഇവിടെ ശരിക്കും ഇവിടെ ഇത്ര ഇറങ്ങി നിന്നാൽ മതി. കാര്യം താഴേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങണം, നല്ല കാഴ്ചകൾ കിട്ടും. അപ്പോൾ
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വെള്ളച്ചാട്ടം മേളിൽ നിന്ന് വരുന്നത് കണ്ടോ, അത്രയും ഡീപ്പായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ചാടുക. അപ്പോൾ അത്രയും പൊക്കത്തിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്നാണെങ്കിലും കുഴിയാണ്. ആ 2 പിള്ളേർ മരിച്ചത് ആ കല്ലേ കയറി അവന്മാർ നീന്തിട്ട് ആ കല്ലിൽ നിന്ന് ചാടിയപ്പോൾ അങ്ങോട്ട് അവരൊക്കെ പിടുത്തം വിട്ട് പോയതാണ് സിതോഷ് പറഞ്ഞത്. കല്ലേ കയറി പിടുത്തം വിട്ട് പോയത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സെൻറ്ററിൽ കാണുന്ന ഈ ചുഴി ഈ പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും വെള്ളത്തിറങ്ങരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമയത്ത് വന്നാൽ പോലും ഈ പാറപ്പുറത്തേക്ക് നടക്കാതിരിക്കുക. ഇവിടെയൊക്കെ തെറ്റി പോകുന്ന പാറയാണ്. ഇവിടെയൊക്കെ ഈ സൈഡ് വരെ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. നമ്മൾ പിടിക്കണോളം വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമോ അല്ലേ സിതോഷേ? എന്നാൽ നിങ്ങൾക്ക് ബോർഡിൽ കണ്ടോലെ നിങ്ങളും അതിൽ ഒരാളാകാതിരിക്കും. അത് തന്നെ, നിങ്ങളിലും അതിലൊരാളാവാതിരിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് തൂവൽ വെള്ളച്ചാട്ടം, നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്. ഇനിയിപ്പോൾ ഈ വലിയ കുഴിയല്ല, അവർ വലിയ കല്ലിട്ട് നികത്താൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് ഇറങ്ങാനുള്ള സംവിധാനത്തിലേക്ക് ആക്കുമായിരിക്കും. അപ്പോൾ അത് ഇവിടുത്തെ ഈ ബോർഡ് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാഴ്ചകൾ. അപ്പോൾ ഈ തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ മനോഹരമായ കാഴ്ചയിൽ നമ്മൾ ഈ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ KL06 ഫാം സിതോഷ് ബ്രോയ്ക്കൊപ്പം ഞാൻ റിജോയ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.